ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ട ഏറ്റവും വലിയ ഒരു സത്യം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദിനമാണ് ഇന്ന് നാം ഓർക്കുന്നത്. കുരിശിലെ 7 മൊഴികൾ എന്ന വിഷയം ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. മരണത്തിന് മുൻപ് ആ വ്യക്തി പറഞ്ഞതെന്ത്, അല്ലെങ്കിൽ മരണക്കിടക്കയിൽ താൻ അവസാനം ആവശ്യപ്പെട്ടതെന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ പൊതിഞ്ഞ, ഏത് രക്തത്തിൽ? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൽ, കാൽവറി ക്രൂശിൽ ഒഴുക്കപ്പെട്ട രക്തത്തിനകത്ത് പൊതിഞ്ഞ 7 മൊഴികൾ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്ന് നാം ശ്രദ്ധിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ആണികൾ കൈകളിൽ അടിക്കപ്പെട്ടിരിക്കുന്നു, കാലുകൾ ചേർത്ത് ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, മുതുവും ശരീരവുമെല്ലാം ഒരു ഉഴവ് ചാല് പോലെ വെട്ടിക്കീറിയിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ അടർന്നു പോയിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, മുൾക്കിരീടം ചൂടിയ, മുഖത്ത് പടയാളികൾ കാർക്കിച്ചു തുപ്പിയ, യഹൂദന്മാരുടെ രാജാവെന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കുരിശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു ഒടുവിൽ പറഞ്ഞ 7 പ്രസ്താവനകൾ, ആ ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവാം. ഇനി കുറച്ച് സമയം അലക്ഷ്യരായിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഒരു ലൈവ് കാണുന്നു, അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് അടുത്ത ലൈവിലോട്ട് ചാടിപ്പോകുന്നു, കുറച്ചുകൂടി ഉണർവ് ഏതിനകത്തോട്ട് നോക്കുന്നു, ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത് പകുതി കേൾക്കുന്നു, ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ബാക്കി കേൾക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഇന്നു രാത്രിയിൽ തിരുവെഴുത്തിനകത്ത് നിന്ന് ആധികാരികമായി ചിലത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയരായ ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം. ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ, വചനം കേൾക്കുന്നതിൽ അസ്വസ്ഥതകളില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോ. Glory to God, blessed be the name of the Lord, hallelujah. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഈ സന്ധ്യയെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലപ്പെട്ട അനുഭവങ്ങൾക്കും അവസരങ്ങൾക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിലൂടെ ഞങ്ങളെ ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വിശേഷാൽ ഈ വെള്ളിയാഴ്ച ദിവസം മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സഭകളും, എൽ ഷദായിയുടെ ചർച്ചുകൾ ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യുന്നല്ലോ. നിങ്ങളെയും സ്നേഹപൂർവ്വം ഈ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർക്കായും അവരുടെ കുടുംബങ്ങൾക്കായും ജീവനുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ നല്ല ദിനത്തിൽ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി നൽകിയ ഈ സന്ധ്യയെങ്കിൽ ജീവനുള്ള കർത്താവിനെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. ഉമ്മൈ മുഴുവുള്ളത്തോട് ആരാധിപ്പേ, ഉമ്മൈ മുഴുബലത്തോട് அன்பு கூறுவே, ஆராதனை ஆராதனை ആരാധനൈ ആരാധനൈ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധനൈ 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 ആരാധനൈ. ഉമ്മൈ മുഴുബലത്തോട് ആരാധിപ്പേ, உம்மை முழு பலத்தோடு நான் அன்பு கூறுவேன். ஆராதனை 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 ആരാധനേ. പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ഞങ്ങൾ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവേ,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെല്ലാം മഹത്വം അങ്ങയ്ക്ക് നൽകുന്നു. അങ്ങ് ഞങ്ങൾക്കായി മരിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങ് ഞങ്ങളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു, ഞങ്ങളൊന്നും ആകില്ലായിരുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ഞങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും അവിടുത്തെ ദാനമാകയാൽ, അവിടുത്തെ സ്നേഹമാകയാൽ, അവിടുത്തെ കരുണയാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, ഈ രാത്രിയിൽ ലൈവായിട്ട് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നിന്റെ ജനം ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, അവരായിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ തേജസ്, യഹോവയുടെ മഹത്വം, ആ ഷെഖേന ഗ്ലോറി അവരുടെ ഭവനത്തിൽ ഇറങ്ങുവാൻ, അതവരെ സറൗണ്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ യഹോവയുടെ മഹത്വം ദേശത്തെ കവർ ചെയ്യുമെന്ന് തിരുവെഴുത്തിലുണ്ടല്ലോ. കർത്താവെ, അത് വെളിപ്പെടണമേ. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ യേശുവിൻ നാമത്തിൽ ആ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രാജ്യത്തിലും പല പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഇന്നു രാത്രിയിൽ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ആമീൻ പേര് പേരായി പറഞ്ഞ് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, USA-യിലും കർത്താവെ, UK-യിലും ഇറ്റലിയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും അനേക പ്രിയപ്പെട്ടവർ കർത്താവെ, COVID-19 പ്രതിസന്ധിയിൽ ഭാരത്തിൽ മരണ ദുഃഖത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ അത്ഭുതകരം ദേശങ്ങളെ തൊടുവാൻ, വ്യക്തികളെ തൊടുവാൻ, സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ആരോഗ്യ വകുപ്പിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഭാവിശ്വാസികളെയും, ഞങ്ങളുടെ ദേശത്തിലെ ജാതി മത വ്യത്യാസമന്യേ സമസ്ത മനുഷ്യരെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകിത്തന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, അവർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിൽ, അവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ യഹോവയുടെ ദൂതൻ അവരെ സംരക്ഷിച്ച് കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരെ മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനം, വേർതിരിക്കപ്പെട്ട ജനം പുറപ്പെട്ടപ്പോൾ തൻ്റെ ജനത്തിന്റെ മുൻപിൽ ഒരു നായ പോലും നാവനക്കിയില്ലെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നെങ്കിൽ കർത്താവേ, വ്യാധികളോ മഹാമാരികളോ രോഗങ്ങളോ പ്രതിസന്ധികളോ തൻ്റെ ജനത്തെ തൊടാതെ വേണം എൻ്റെ കർത്താവിൻ്റെ അദൃശ്യമായ അത്ഭുത കരങ്ങളിൽ അവരെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം ഞങ്ങൾ ദേശങ്ങളിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ദേശങ്ങൾക്ക് സൗഖ്യം വരുത്തി കൊടുക്കും എന്ന വാഗ്ദത്തത്തെ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സൗഖ്യത്തെ നീ അയക്കണമേ, നിന്റെ സമാധാനത്തെ നീ കൽപ്പിക്കണമേ, സകലത്തെയും യഥാസ്ഥാനത്താക്കുന്ന കർത്താവേ. God, you are the God of restoration. പുനർസ്ഥാപനത്തിന്റെ ദൈവമേ, നീ സകലത്തെയും പുനർസ്ഥാപിക്കണമേ. വിടുവിക്കുന്ന കർത്താവേ, നിന്റെ ജനത്തെ വിടുവിക്കണമേ. നീ അവർക്ക് സമാധാനത്തെ നദി പോലെ ഒഴുക്കണമേ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നീ അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവിൻ്റെ വലിയ കരം അവരോട് കൂടെ ഇരിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വിശേഷാൽ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പച്ച. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവർ, ഫേസ്ബുക്കുകളിൽ മെസ്സേജ് ഇട്ടവർ, യൂട്യൂബിൽ ലൈവ് ചാറ്റിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചവർ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇമെയിലുകൾ അയച്ചവർ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ, അവരെല്ലാം ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രോഗത്തിൻ്റെ വേദന രോഗം അനുഭവിക്കുന്നവനെ അറിയുള്ളൂ. പട്ടിണിയുടെ വിശപ്പ് ആ പട്ടിണി അനുഭവിക്കുന്നവനെ അറിയുള്ളൂ. പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും ഒറ്റപ്പെടലുകളുടെയും വേദന അതിലൂടെ കടന്നു പോകുന്നവർക്കേ അറിയുള്ളൂ. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവരെയെല്ലാം വഹിച്ചുകൊണ്ട് ആ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട്
ഞങ്ങളുടെ ജനത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, സമസ്ത മനുഷ്യർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ച ഓരോ വ്യക്തികളെയും, അവരുടെ തലമുറകളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ ആവശ്യങ്ങളെയും കർത്താവ് ആദരിക്കണമേ. പ്രാർത്ഥനകൾക്ക് മറുപടി കൽപ്പിക്കണമേ. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ക്രൂശിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങളെയും, മുഴുവൻ ഡെലിവറൻസുകളെയും വിശ്വാസത്താൽ സ്വായത്തമാക്കുവാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ. അതവരിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ഇന്ന് രാത്രിയിൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഓൺലൈൻ ചാനലിലൂടെ ഞങ്ങളെ കാണുന്ന, യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഞങ്ങളെ ദർശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയും ലോകം മുഴുവൻ ഈ ദിനത്തിൽ ഓർക്കുകയും ഈ ദിനത്തിൽ അവർ ആ വിഷയങ്ങളെ ഓർത്ത് അതിനെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ, കേവലം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ കർത്താവിൻ്റെ ക്രൂശ് മരണം ഒരു ആത്മഹത്യയല്ലായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണം ഒരു അപകട മരണമല്ലായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണം ഒരു ദുർമരണമല്ലായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണം ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു. തിരുവെഴുത്തിൽ നിന്ന് ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ചല്ലോ, അത് പ്രായശ്ചിത്ത മരണമായിരുന്നു. അതൊരു പകരമരണമായിരുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ താങ്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, നമുക്ക് വേണ്ടി മരിച്ചവർക്കായി, എല്ലാവർക്കുമായി മരിച്ചവനായി ജീവിക്കുന്നവരാകണമെന്നും അവൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് പകലിൽ നാം ധ്യാനിക്കുവാൻ ഇടയായി. ഈ രാത്രിത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ, കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞതുപോലെ, കുരിശിലെ 7 മൊഴികൾ എന്ന വിഷയം ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഈ ലൈവ് സർവീസ് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ രാത്രി നമുക്ക് വായിക്കാം, 7 ഭാഗങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. കുരിശിലെ യേശു കർത്താവിൻ്റെ തൻ്റെ ആ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ലാസ്റ്റ് മൂമെൻറ്റിൽ യേശു കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട 7 വസ്തുതകൾ. മരിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തി മരണത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ താൻ മരണപ്പെടുന്നതിന് അല്പം മുമ്പ് പറഞ്ഞ വാക്കുകൾക്ക്, സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് മറ്റുള്ള എല്ലാത്തിനേക്കാളും പ്രസക്തി ഉള്ളതായി ലോകം അത് ചിന്തിക്കുന്നു. തിരുവെഴുത്തിൽ അങ്ങനെ വിവിധ ചിന്തകൾ നാം കാണുന്നു. അതൊരു സത്യമായ കാര്യമാണ്. മരണത്തിന് മുൻപ് ആ വ്യക്തി പറഞ്ഞതെന്ത്, അല്ലെങ്കിൽ മരണക്കിടക്കയിൽ താൻ അവസാനം ആവശ്യപ്പെട്ടതെന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ പൊതിഞ്ഞ, ഏത് രക്തത്തിൽ? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൽ, കാൽവറി ക്രൂശിൽ ഒഴുക്കപ്പെട്ട രക്തത്തിനകത്ത് പൊതിഞ്ഞ 7 മൊഴികൾ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്ന് നാം ശ്രദ്ധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതായിരുന്നു ക്രൂശിലെ 1-ാമത്തെ മൊഴി. അതേ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ഇത് നോട്ട് ചെയ്യുന്നവർ അത് എഴുതിയെടുത്തുകൊള്ളുക. ലൂക്കോസ് 23:34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:43-ാമത്തെ വാക്യത്തിലാണ് 2-ാമത്തെ പ്രസ്താവന. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇത് കള്ളനോട്, തൻ്റെ അരികിൽ കുരിശിച്ച കള്ളനോട് യേശു കർത്താവ് പറഞ്ഞതാണ്. 3-ാമത്തെ യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. 4-ാമത്തെ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, യോഹന്നാൻ സുവിശേഷം
19 അധ്യായം 27 വാക്യം, എനിക്ക് ദാഹിക്കുന്നു. 5 കർത്താവിൻ്റെ സ്റ്റേറ്റ്മെന്റ് മത്തായിയുടെ സുവിശേഷം 27:46 മർക്കോസ് സുവിശേഷം 15:34 ആ ഭാഗം കാണുന്നു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള എലോഹീം എലോഹീം ലബക്ഷബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ലൂക്കോസ് സുവിശേഷം 23:46 ആറാമത്തെ പ്രസ്താവന കിടക്കുന്നത്. ലൂക്കോസ് 23:46 യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. 7ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. യോഹന്നാൻ 19:30 വാക്യം, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി, ഫിനിഷ്ഡ്, നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കുരിശിലെ 7 മൊഴികൾ. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ വിമോചനത്തിനും ശാപത്തിൻ്റെ വിമുക്തിക്കുമായി മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടല്ല, ഒരു മതത്തിൻ്റെ വക്താവായിട്ടും അല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഒരു മതവും സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു മാർഗമാണ്. സത്യത്തിൻ്റെ മാർഗം, നീതിയുടെ മാർഗം, നിത്യതയുടെ മാർഗം, ദൈവത്തിലേക്ക് മനുഷ്യന് അടുക്കുവാനുള്ള ഒരു വഴി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവെടുത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പള്ളികളല്ല. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രിസ്തീയ മത നേതാക്കന്മാരല്ല. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ട ഏറ്റവും വലിയ ഒരു സത്യം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദിനമാണ് ഇന്ന് നാം ഓർക്കുന്നത്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗം ആയതാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ താങ്കൾക്ക് വേണ്ടിയല്ല, ആമീൻ, മരിക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനായി ജീവിക്കണമെന്നും കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നാം തിരിച്ചറിയുക ദൈവമക്കളെ, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു പേര് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ എന്ന് ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല. അങ്ങനെ വേറൊരു വ്യക്തി തിരുവെഴുത്തിലില്ല. അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ചങ്കത്ത് കൈവച്ച് മനസ്സാക്ഷിക്കകത്ത് നിന്ന് അധരങ്ങൾ തുറന്ന് പറയാൻ കഴിയുമോ, എനിക്കായി മരിച്ച കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എന്നാൽ ക്രൂശിൽ കർത്താവ് ക്രൂശിതനായി 2 കള്ളന്മാരുടെ നടുവിൽ, ലോകത്തിൻ്റെ ആ സെൻറ്റർ പോയിന്റിൽ, ആ നെറുകയിൽ ക്രൂശിതനായി കിടക്കുന്ന ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് ആണികൾ കൈകളിൽ അടിക്കപ്പെട്ടിരിക്കുന്നു, കാലുകൾ ചേർത്ത് ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, മുതുവും ശരീരവുമെല്ലാം ഒരു ഉഴവ് ചാല് പോലെ കീറിയിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ അടർന്നു പോയിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, മുൾക്കിരീടം ചൂടിയ, മുഖത്ത് പടയാളികൾ കാർക്കിച്ചു തുപ്പിയ, യഹൂദന്മാരുടെ രാജാവെന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കുരിശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു ഒടുവിൽ പറഞ്ഞ 7 പ്രസ്താവനകൾ. ഒന്ന്, യേശു പറയുന്നു, ലൂക്കോസ് 23:34, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമ എന്ന വാക്ക് വളരെ ആഴമുള്ളതാണ്. ക്ഷമിക്കുക, ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് അല്ല. സ്തോത്രം. പഞ്ചസാര എന്താണെന്നറിയാൻ സെമിനാർ നടത്തിയിട്ട് കാര്യമില്ല. പഞ്ചസാരയെക്കുറിച്ച് പഠിക്കാൻ 6 മാസത്തെ കോഴ്സിന് പോകുകയല്ല വേണ്ടത്. പഞ്ചസാരയെക്കുറിച്ച് സെമിനാർ നടത്തിയതുകൊണ്ടോ ക്ലാസ് എടുത്തതുകൊണ്ടോ പഞ്ചസാര എന്താണെന്ന് അറിയത്തില്ല. പഞ്ചസാര എന്താണെന്നറിയണമെങ്കിൽ അതെടുത്ത് നാക്കേ വെക്കണം,
രുചിക്കണം. സെമിനാർ നടത്തിയത് കൊണ്ട് പഠിക്കുന്നതല്ല പഞ്ചസാര എന്തെന്നുള്ളത്. അതുപോലെ തന്നെ ക്ഷമയെന്ന് പറയുന്നത് ഒരു ബൈബിൾ ക്ലാസ് അല്ല. ക്ഷമയെന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വിഷയത്തിൽ ഒരു സെമിനാർ നടത്താനുള്ളതല്ല. ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ ജീവിതത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്തുനിന്ന് പുറപ്പെടേണ്ട ഫലമാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് കാൽവറി ക്രൂശിൽ വേദനയിൽ പിടയുന്ന ക്രിസ്തുവിൽ ഞാനും നിങ്ങൾ കാണുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായ കൊണ്ട് അവർ ചെയ്തത് എന്താന്ന് നിങ്ങൾക്കറിയുമോ? ഇത്രയും കണ്ണിൽ ചോരയില്ലാതെ ക്രൂരമായ ഒരു ശിക്ഷ ഉലകത്തിലെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. സാധാരണ നിലയിൽ ഒന്നുകുറേ 39 അടികൾ ശരീരത്തിനകത്തടിച്ച് ആ ക്രിമിനലിനെ, ആ കുറ്റവാളിയെ വിട്ടയക്കും. എന്നാൽ ഒന്നാമത്തെ കോടതി അത് വിധിച്ചപ്പോൾ രണ്ടാമത്തെ കോടതി വിധിച്ചത് അവനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. അന്ന് ആ ദിവസത്തിൽ ഒരു ക്രിമിനലിനെ അല്ലെങ്കിൽ ഒരു തടവുപുള്ളിയെ വിട്ടയക്കുന്ന ഒരു പതിവുണ്ട്. അന്നത്തെ കോടതി ഉച്ച ശബ്ദം എടുത്തുകൊണ്ട് ചോദിച്ചു, ഇന്ന് അങ്ങനെ ഒരു പതിവുണ്ട്, ആരെയാണ് വിടേണ്ടത്? അന്ധന്റെ കണ്ണു തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, പച്ചവെള്ളം വീഞ്ഞാക്കിയ ഈ നസ്രായനെ വിട്ടയക്കണമോ, അതോ ടൗണിൽ അടിപിടിയും കുലപാതകവും കത്തിക്കുത്തുമൊക്കെ നടത്തി അകത്തു കിടക്കുന്ന ബറാബാസിനെ വിട്ടയക്കണമോ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ലോകം വിളിച്ചു പറഞ്ഞത്, തലേ ദിവസം ഓശാന പാടിയവരും വിളിച്ചു പറഞ്ഞത്, ആമീൻ, കണ്ടവരും കേട്ടവരും അവിടെ നിന്നവരും വിളിച്ചു പറഞ്ഞത് ബറാബാസിനെ വിട്ടയക്കുക, നസ്രയനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം സ്തോത്രം, സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ആ വാക്കിന് അർത്ഥമായി തീർന്നത്, ആ വാക്ക് യാഥാർത്ഥ്യമായി തീർന്നത് യഥാർത്ഥമായ ദൈവപുത്രൻ ക്രൂശിതനായി കഴിഞ്ഞപ്പോഴാണ്. അതിനകത്തു കടന്ന, ജയിലിനകത്ത് കടന്ന കൊലയാളിക്ക്, കുറ്റകൃത്യം ചെയ്തവന്, ക്രിമിനലിന് യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ സ്വാതന്ത്ര്യവും വിടുതലും ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, കർത്താവ് കുരിശിതനാകാൻ തുടങ്ങുന്നതിന് മുൻപ് വിധി പുറപ്പെട്ടപ്പോൾ തന്നെ ഒരുത്തന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ തങ്കച്ചോരയിലൂടെ, അവന്റെ ക്രൂശ് മരണത്തിലൂടെ സ്വാതന്ത്ര്യവും വിടുതലും സമാധാനവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ എന്ന് പറയുന്നത് ഒരു പഠന പരമ്പരയല്ല, ഒരു സെമിനാർ അല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ജീവിതത്തിൽ നിന്ന്, വ്യക്തിത്വത്തിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ട ഒന്നാണ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് ഈ വിഷയത്തെ ആഴമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമല്ലേ അത്? ഇത്രയും പീഡകൾ, വേദനകൾ, നൊമ്പരങ്ങൾ അനുഭവിക്കുമ്പോൾ ഒന്ന് തല ചായ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മരണപ്പെട്ട പലർക്കും എവിടെങ്കിലുമൊക്കെ ഒന്ന് തല ചായ്ച്ച് അവർക്ക് മരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് തല ചായ്ച്ച് മരിക്കാൻ കഴിയാത്ത ദാരുണമായ മരണമായിരുന്നു കർത്താവ് ഏറ്റെടുത്തത്. ഇവിടെ യേശു പറയുന്നു, ഇവരോട് ക്ഷമിക്കണം. എന്തുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം? ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അവർ ചെയ്തത്. ക്ഷമിക്കാൻ ചിന്തിച്ചാലും വിചിന്തനം ചെയ്താലും ഏത് ആംഗിളിലൂടെ നോക്കിയാലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അവരാരും ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്ന് കർത്താവ് പറഞ്ഞു? ഒന്ന്, അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തതുകൊണ്ട്. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായിക കൊണ്ട്. അപ്പോൾ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്യുന്നതിനെ അന്നും ഇന്നും ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് ശിക്ഷാവിധിയുണ്ട്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാകയാൽ നിത്യമായ അഗ്നിയെ വ്യക്തിക്കുള്ളൂ എന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു.
അറിവില്ലായ്മയിൽ ചെയ്യുന്നതിനെ അന്നും ഇന്നും ദൈവം ക്ഷമിക്കുന്നു. എന്തുകൊണ്ട് ക്ഷമിക്കണം? ഒന്ന്, അറിവില്ലായത് ചെയ്തതുകൊണ്ട് ക്ഷമിക്കണം. രണ്ടാമത്, ക്ഷമിക്കുന്നവനും മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നവനുമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, ചരിത്രത്തിൽ ഇടം നേടുന്നത്. ക്ഷമിക്കാനുള്ള മനസ്സും തോൽപ്പിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാനുള്ള മനോഭാവവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എവിടെയൊക്കെ ആരെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ മുൻപിൽ ദൈവം വിജയിപ്പിച്ച വ്യക്തികളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് ഇന്ന് രാത്രി ഞാനും നിങ്ങളും കാണുന്നത്. ദാവീദിനെ തോൽപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചു, ജോസഫിനെ തോൽപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചു, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തോൽപ്പിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചു. പക്ഷേ അവരുടെ ഒക്കെ മുൻപിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വെല്ലുവിളികൾ ഉന്നയിക്കാതെ മനഃപൂർവ്വം ക്ഷമിക്കുകയും തോറ്റുകൊടുക്കുകയും ചെയ്തതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ ലൈവ് സർവീസിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു, തോറ്റുകൊടുക്കാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ നീ എന്നും കുരിശിലായിരിക്കില്ല, നീ എന്നും കുരിശിക്കപ്പെടുന്ന വെള്ളിയാഴ്ചയിലായിരിക്കില്ല. നിനക്കൊരു ഉയർപ്പിന്റെ ഞായറാഴ്ച എൻ്റെ ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്ത്യാനിത്വം ഒരു വെള്ളിയാഴ്ച കൊണ്ട് തീരുന്നതല്ല, ക്രിസ്ത്യാനിത്വം ഒരു ഞായറാഴ്ച കൊണ്ടും അവസാനിക്കുന്നതല്ല. ക്രിസ്ത്യാനിത്വം ഇന്ന് രാത്രിയിൽ പുനരുത്ഥാനത്തിന്റെ നാൾ വരെ തുടരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, ഇത് ആരോടൊക്കെയോ ദൈവം അറിയിക്കുന്ന ഒരു ദൂതാണ്. വെല്ലുവിളികളുടെ നടുവിൽ തോൽപ്പിക്കാൻ നടക്കുന്നവരുടെ മുൻപിൽ അത് ക്ഷമിക്കുവാനും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും. ആ വിഷയത്തിൽ അവൻ വിജയിക്കുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ അവൻ വിജയിക്കില്ല. ജീവിതത്തിൽ വിജയിക്കുന്നവൻ ക്ഷമിക്കുന്നവനാണ്. അതാണ് ക്രിസ്തു പഠിപ്പിച്ച ജീവിതം, ക്രിസ്തു തെളിയിച്ച ചരിത്രം. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് ടിനു ജോർജ്. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഓരോ വ്യക്തികളും. ഹല്ലേലൂയ. ആ ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. മൂന്നാമതായിട്ട് എനിക്ക് മനസ്സിലായത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉള്ളത്തിൽ നിന്നകട്ടോ. കാരണം പഠിപ്പിച്ചത് പ്രതിസന്ധിയുടെ നടുവിൽ പ്രായോഗികമാക്കുക. മനസ്സിലായോ? 3 കാര്യങ്ങൾ. 1, അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തുകൊണ്ട് ക്ഷമിക്കണം. 2, ക്ഷമിക്കുന്നവനും ചില വിഷയങ്ങളുടെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നവനും മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നതും ചരിത്രത്തിൽ ഇടം നേടുന്നതും. 3ാമതായിട്ട് തിരിച്ചറിയേണ്ട കാര്യം, പഠിപ്പിച്ച കാര്യം പ്രായോഗികമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകും. എന്താ കർത്താവ് പഠിപ്പിച്ചത്? ആ ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവാം. ഇനി കുറച്ച് സമയം അലക്ഷ്യരായിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഒരു ലൈവ് കാണുന്നു, അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് അടുത്ത ലൈവിലോട്ട് ചാടിപ്പോകുന്നു, കുറച്ചുകൂടി ഉണർവ് ഏതിനകത്തോട്ട് നോക്കുന്നു. ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത് പകുതി കേൾക്കുന്നു, ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ബാക്കി കേൾക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഇന്നു രാത്രിയിൽ തിരുവെഴുത്തിനകത്ത് നിന്ന് ആധികാരികമായി ചിലത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയരായ ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27, 28, 29 വാക്യങ്ങളിൽ യേശു പഠിപ്പിച്ച, യേശു ടീച്ച് ചെയ്ത ഒരു ടീച്ചിങ്. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. 28-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. 29-ാമത്തെ വാക്യത്തിൽ, നിന്റെ ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. ലൂക്കോസ് 6-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് കൊള്ളുക. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, ഏകദേശം 15 വാക്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
ആ ഭാഗം ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ, വചനം കേൾക്കുന്നതിൽ അസ്വസ്ഥതകളില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോ. ആ ഭാഗം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 45 വരെ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇതിനൊക്കെ ഒരു ആമീൻ പറയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുക. മനുഷ്യപുത്രൻ നിമിത്തം, സുവിശേഷം നിമിത്തം, വചനം നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച്, ഭ്രഷ്ടരാക്കി, നിന്ദിച്ച്, നിങ്ങളുടെ പേര് വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. മനുഷ്യൻ നിന്നെ നിന്ദിക്കുമ്പോൾ, ലോകം നിന്നെ എതിർക്കുമ്പോൾ, ലോകക്കാർ നിന്നെ വിടക്കെന്ന് എണ്ണുമ്പോൾ, ആ നാളിൽ നീ നിരാശപ്പെടുകയല്ല, ആ നാളിൽ നീ സന്തോഷിച്ചു തുള്ളുവീൻ. കാരണം നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യും. ഒരു സംശയം അതിൽ വേണ്ട. 24-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു പോയല്ലോ. 25-ാം വാക്യം, ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പുകഴ്ത്തുന്നവനെയും ഇകഴ്ത്തുന്നവനെയും ശ്രദ്ധിക്കരുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക. നിന്റെ വിരുദിലേക്ക് നീ ഓടുക. നിന്റെ ടാർഗറ്റിലേക്ക്, ദൈവം നിന്റെ മുമ്പിൽ വെച്ച ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ വ്യക്തമാക്കുന്നത്. നീ സകല മനുഷ്യരും പുകഴ്ത്തി പറയുമ്പോൾ, പുകഴ്ത്തുന്നവരെല്ലാം നല്ലതാണെന്നാണോ നമ്മൾ ചിന്തിക്കും? കളിയാക്കുന്നവർ, ട്രോളുണ്ടാക്കുന്നവർ, എതിർക്കുന്നവർ, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നത്. എൻ്റെ 20 കൊല്ലത്തെ ജീവിതാനുഭവത്തിൽ നിന്നും, ചുരുങ്ങിയ ശുശ്രൂഷാനുഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇകഴ്ത്തുന്നവരെക്കാൾ അധികം ശ്രദ്ധിക്കേണ്ടത് പുകഴ്ത്തുന്നവരെയാണ്. സ്തോത്രം. വാനോളം ഉയർത്തിക്കൊണ്ട് പോയിട്ടുള്ള പലരുമാണ് പിന്നത്തേതിൽ താഴെയിട്ട് ഉടച്ച് ചവിട്ടിത്തേച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നു രാത്രി ശ്രദ്ധിക്കുക, ഇകഴ്ത്തുന്നവനെയും പുകഴ്ത്തുന്നവനെയും നീ ശ്രദ്ധിക്കരുത്. അവരങ്ങനെയാണ്, അങ്ങനെയാണ് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. 27-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ശിഷ്യന്മാരോടാണ്, ഇതുവരെ പറഞ്ഞത് ശിഷ്യഗണത്തോടാണ്. ഇനി ക്രൗഡിനോട് പറയുകയാണ്, പബ്ലിക് ഗ്യാദറിങ്ങിനോട് പറയുകയാണ്. കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഒരു നിമിഷം ശ്രദ്ധിക്കണം. ലൂക്കോസ് 6-ന്റെ 27, 28, 29 വാക്യങ്ങളിൽ യേശു കർത്താവ് ഇത് പ്രസ്താവിച്ചപ്പോൾ ഇങ്ങനൊരവസ്ഥ കർത്താവിനുണ്ടായി. അവരേശുവിനെ ശപിച്ചു, അവരേശുവിനെ ദുഷിച്ചു, അവരേശുവിനെ അടിച്ചു. യേശു പഠിപ്പിച്ച പാഠത്തിൻ്റെ പരീക്ഷ യേശു ക്രൂശിൽ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ പുത്രൻ പഠിപ്പിച്ച പഠനത്തിൻ്റെ പാഠാവലിയുടെ അകത്തു നിന്നും അടർത്തിയെടുത്ത ഒരു വിഷയത്തിൻ്റെ ചോദ്യം പിതാവ് പുത്രൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ എഴുതി പാസ്സാകുന്ന കണ്ടോ? എഴുതി പാസ്സാകുന്ന കണ്ടോ? കുരിശി കടന്ന് പ്രാകുകയല്ല, കുരിശിച്ചവനെ ചീത്ത പറയുകയല്ല, അവരെ ശപിച്ച് കരിച്ചു കളയുകയല്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ദൈവജനമേ, പ്രസംഗത്തിന് കൈകൊട്ടുന്നതും കൂട്ടത്തിൽ പാടുന്നതും ഒപ്പമിരുന്ന് ഹല്ലേലൂയ പറയുന്നതും
വളരെ ഈസിയാ. പലത് ഓടിക്കളയുന്നതും പലതിൻ്റെയും തനിനിറം കാണുന്നതും കുരിശ് വെളിപ്പെടുമ്പോഴാണ്. ശിഷ്യന്മാരുടെ തനിനിറം വെളിപ്പെട്ടത് അവരുടെ ഭയം എന്താ, അവരുടെ വിശ്വാസം എന്താ, അവരിലുള്ള ദൈവാശ്രയ ബോധം എന്താ എന്ന് യഥാർത്ഥമായി വെളിപ്പെട്ടു വന്നത് ഗത്സമനായുടെ തോട്ടത്തിൽ പടയാളികൾ നസ്രയനെ പിടിച്ചുകൊണ്ടുപോയ സന്ദർഭത്തിലല്ലേ? പ്രൈസ് ഗോഡ്. പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിൻ്റെ, ഈശാനമൂലൻ്റെ, കൊടുങ്കാറ്റുകളുടെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ, വെല്ലുവിളിയുടെ, തീച്ചൂളയുടെ നടുവിലാണ് ഒരു ഭക്തനാരാണെന്നും ഒരു അഭക്തനാരാണെന്നും തിരിച്ചറിയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചേരയാണോ പാമ്പാണോ എന്ന് പണം പൊക്കി തിരിച്ചറിയാൻ കഴിയുന്നത് മണ്ണ് വാരിയിട്ട് നോക്കുമ്പോഴാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, എല്ലാവരും പാടുന്നുണ്ട്, എല്ലാവരും സ്തുതിക്കുന്നുണ്ട്, എല്ലാവരും കൈകൊട്ടുന്നുണ്ട്. വിശുദ്ധി വിശുദ്ധി, വചനം വചനം എന്ന് പലതും പറയുന്നുണ്ട്. നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ കൂടെ നിൽക്കുന്നവരെ നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ രക്തത്തിൽ നിന്നെ പോലെ വീണ്ടെടുക്കപ്പെട്ടൊരു വ്യക്തിയെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ആത്മീയതയല്ല, അതൊരു കാപട്യമാണ് എന്ന് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അതാണ് സ്വന്തം സഹോദരനെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഗ്ലോറി എന്നൊക്കെ പറയുന്നത് ഭോഷ്കാണ്, വ്യാജമാണ്, കള്ളമാണ് എന്ന് ക്രിസ്തു പഠിപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്തിനകത്തുനിന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇനി അതിനെ ഓരോ ഭാഗത്തു നിന്ന് എടുക്കാൻ പോവാം. ഈ 6-ാം അധ്യായത്തിന്റെ 29 വരെയല്ലേ വായിച്ചത്? 30-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കർത്താവ് പറയുന്നു, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ആരോടും ഒന്നും ചോദിക്കരുത്. എടുത്തുകൊണ്ട് പോയവനോട് ചോദിക്കരുത്. ഇത് ആരോട് പറയാനാ? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കാൻ വേണ്ടി 21 ദിവസം ഉപവാസം ഇരുന്ന് ചോദിക്കാൻ പോകുന്നവരുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. 31-ാമത്തെ വാക്യം നോക്കിയേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവിൻ. ഈ ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഈ വാക്യം. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു മത നേതാവ്, ക്രിസ്ത്യാനിയല്ല, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മത നേതാവ്, ഉലകത്തിലെ എല്ലാ മത നേതാക്കന്മാരും പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ, അമേരിക്കയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഈ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ മത നേതാവ് ചെന്നിട്ട് ആ വ്യക്തി ക്രിസ്ത്യാനിയല്ല, ആ വ്യക്തി ആ മതസമ്മേളനത്തിനകത്ത് എടുത്തുദ്ധരിച്ച വാക്കാണ് ലൂക്കോസ് 6:31. ഭയങ്കര കയ്യടി കിട്ടി അവർക്ക്, ഭയങ്കര കയ്യടി കിട്ടി. എന്താ അവർ പറഞ്ഞെന്നറിയാമോ? യേശു പറഞ്ഞ വചന, മനുഷ്യർ, മറ്റൊരു ഭാഗത്തിൽ പറയുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. അവരെന്നെ ഒന്ന് നോക്കി ചിരിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് ചിരിക്കാമായിരുന്നല്ലോ. അവരെനിക്ക് കൈ തന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് കൈ കൊടുക്കാമായിരുന്നല്ലോ. ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്കത് തരുമെന്ന്, നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഞാൻ ഉറപ്പായും പറയുന്നു, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഭർത്താവ് എന്നോട് അങ്ങനെന്ന് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഭാര്യ അതേ സ്നേഹം ഭർത്താവിന് തിരിച്ചു കൊടുത്തെങ്കിൽ പ്രശ്നം തീരും. ഭാര്യ എന്നോട് ഇങ്ങനൊന്ന് പറഞ്ഞെങ്കിൽ, എന്നെ ഈ നിലയിലൊന്ന് സ്നേഹിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഭർത്താവ് ആ നിലയിൽ ഭാര്യയെ ഒന്ന് സ്നേഹിക്കുകയും ഒന്ന് സംസാരിക്കുകയും കരുതുകയും ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം തീരും. കാരണം ഒരു കൈ വീശിയാൽ ശബ്ദം ഉണ്ടാകില്ല, 2 കൈയും കൂടെ ചേർത്ത് മുട്ടിയാലേ ഒച്ചയുണ്ടാവുള്ളൂ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത്, ഈ വാസ്തവമായി ഞാൻ പറയുന്നൊരു കാര്യം, ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഇത്ര വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പുസ്തകം ഉലകത്തിലില്ല, അറിയോ?
ഇന്ന് നമ്മൾ കാണുന്ന മഹാമാരി, മഹാവ്യാധി, ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇറ്റലിയിലെ ഒരു സ്ഥലത്ത് ശവങ്ങൾ കൂട്ടിയിട്ട് അടക്കുമെന്നും, തോഫേത്ത് എന്ന സ്ഥലത്ത് ശവങ്ങൾ കൂട്ടിയിട്ട് അടക്കുമെന്നും, അവിടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം ഈ പുസ്തകത്തിലോട്ടുണ്ട്. മഹാമാരികൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമായി ഈ വേദപുസ്തകത്തിലുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചേ, നിങ്ങൾ ചോദിക്കുന്ന സകല ചോദ്യങ്ങളുടെ ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകം എടുത്തവർ ഈ പുസ്തകം അല്ലല്ലോ പലരും അനുസരിക്കുന്നത്. ഈ പുസ്തകത്തെ കൊണ്ട് നടക്കുന്ന പലരും, തുറന്നങ്ങ് പറയാം, ജാതികളെക്കാൾ കഷ്ടമല്ലേ? ജാതികളെക്കാൾ കഷ്ടമല്ലേ അവരുടെ ജീവിതം, അവരുടെ ജീവിത ശൈലിയും അവരുടെ പെരുമാറ്റങ്ങളും? കർത്താവ് പഠിപ്പിച്ച ഈ കാര്യമല്ലോ ആണോ അവർ പ്രായോഗികമാക്കുന്നത്? ചിന്തിക്കൂ, ചിന്തിക്കൂ. 32-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നല്ലോ. അടുത്ത വാക്യം, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും പാപികളാണ്. ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമാതിരിപ്പെട്ട അന്യഭാഷ പറയുന്ന പലരും പാപികളാണ്. കാരണം അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നില്ല, അതിൻ്റെ പകുതിയെ കൊടുക്കുന്നുള്ളൂ. സ്തോത്രം, അതിൻ്റെ പകുതി പോലും ചെയ്യുന്നില്ല. പലരും പറയാറുണ്ട്, എൻ്റെ വീടിൻ്റെ പ്രതിഷ്ഠയുടെ അന്ന്, ഭവന പ്രാർത്ഥനയുടെ അന്ന് എനിക്ക് പുള്ളിക്കാർ മേടിച്ചുകൊണ്ട് വന്നത് ഒരു ഡിന്നർ സെറ്റാണ്. അവൾക്കും വീട് വെക്കുമ്പോൾ ഒരു ഡിന്നർ സെറ്റ് മേടിച്ചു കൊടുക്കണം. എൻ്റെ മോളെ കെട്ടിച്ചപ്പോൾ എനിക്ക് അന്ന് അവൾക്ക് കൊടുത്തത് ഒരു വാച്ചാണ്. അവിടെ മോളെ കെട്ടിക്കുമ്പോൾ ഒരു വാച്ച് മേടിച്ചു കൊടുക്കണം. എനിക്കെന്ത് ഇങ്ങോട്ടിട്ടോ അതേ ഞാൻ അങ്ങോട്ട് ഇടൂ എന്നല്ലേ വലിയ വിശുദ്ധരും പറയുന്നത്? പക്ഷേ അങ്ങനെ ചെയ്യാനാണോ കർത്താവ് പഠിപ്പിച്ചത്? 34-ാം വാക്യം, മടക്കി വാങ്ങിക്കൊള്ളാമെന്നും നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വരേണ്ടതിന് പാപികൾക്കും കടം കൊടുക്കുന്നില്ല. 37-ാമത്തെ വാക്യം ഭയങ്കരമായി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. അടുത്തൊരു ഭാഗം കേട്ടോണേ, വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. വിട്ടുകളാ, അതങ്ങ് വിട്ടുകളാ, മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ. ഇല്ല, വിടുകയില്ല, അവനെ ഞാൻ വിടുകയില്ല, അവളെ ഞാൻ വിടുകയില്ല, ഞാൻ വിടുകയില്ല, അവനെ ഞാൻ പണി കൊടുക്കും. നിന്നെയും വിടുകയില്ല, ദൈവം നിന്നെ വിടുകയില്ല. അതാ 37-ാം വാക്യം പറയുന്നത്, വിധിക്കരുത്, എന്നാൽ നിങ്ങളെ വിധിക്കയില്ല, ഇല്ലെങ്കിൽ നിന്നെ വിധിക്കുമെന്നാ. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിനക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വിടുവീൻ, ലിവ് ഇറ്റ് ദാറ്റ്, ഫോർഗീവ് ദാറ്റ്, എന്നാൽ നിന്നെ വിടുവിക്കും. വിടുകയില്ല എന്ന് പറയുന്നെങ്കിൽ കർത്താവ് പറയുന്നു, നോ, ചെയ്യരുത്, കാരണം നിന്നെ ഞാൻ വിടുകയില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ച സ്കെയിലാണ് നിന്നെയും ദൈവം അളക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. എനിക്ക് ആ ഭാഗത്തിൽ 28-ാമത്തെ വാക്യം, ലൂക്കോസ് 6:28 ഞാൻ റിവേഴ്സ് വരിക. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. വലിയ ബുദ്ധിമുട്ടാ, പക്ഷെ അനുഗ്രഹിക്കണം. എന്താ അതിന്റെ കാരണം? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമുള്ള വ്യക്തിത്വം ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ഇടാനല്ല ബൈബിൾ പറയുന്നത്. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യേകമായ ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പർഷിപ്പ് എടുക്കാനല്ല തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണോ?
ദോഷം നിങ്ങൾക്ക് ചെയ്തതിന് തിരിച്ചു ദോഷവും, നിങ്ങളെ ശകാരിച്ചതിന് തിരിച്ചു ശകാരവും പകരം ചെയ്യാതെ. ഇത് എൽഷദായ് മിനിസ്ട്രീസിലെ സഭാവിശ്വാസികളെ ഞാൻ പഠിപ്പിക്കുന്നു. സഭാജനങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവരൊരു ആമീൻ പറഞ്ഞേ. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതാണ്. തലമുറ തലമുറയായി അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്ഷമിക്കുന്നവനും മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നവനും ആണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അവരാ വിഷയത്തിൽ വിജയിക്കും, പക്ഷെ ജീവിതത്തിൽ വിജയിക്കില്ല. ജയിക്കാനായി വിളിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകേണ്ടത് ക്ഷമയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നിന്റെ പ്രാണൻ പോകുകയല്ല, പ്രാണനെ നേടും. ചേർന്നൊരു നല്ല ആമീൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. റോമർ 12:9 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാൻ പോവാണ്. അതിൻ്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. റോമർ 12:9 മുതൽ 21 വരെ. സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. വ്യാജ സ്നേഹങ്ങൾ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുക. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുവീൻ. ഇതൊക്കെ ശ്രദ്ധിക്കണം. 10ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സഹോദരപ്രീതിയുള്ളവരായിരിക്കണം. അഫെക്ഷൻ എന്നുള്ള പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബി കൈൻഡ്ലി അഫെക്ഷൻഡ് ഓൺ ടു അനദർ വിത്ത് ബ്രദർലി ലവ്. സഹോദര സ്നേഹത്തിൽ നിങ്ങൾ സ്ഥായിയുള്ളവരായിരിക്കണം. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കണം. പക്ഷേ എന്ത് ചെയ്യാം? കർത്താവിൻ്റെ വരവ് അടുത്തത് കൊണ്ടായിരിക്കാം അപമാനിക്കുന്നതിലാണ് പലരും മുൻപിൽ. അപമാനിക്കുന്നതിലാണ് പലർക്കും താല്പര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഹല്ലേലൂയ. നല്ല വചനം ആർക്ക് കേൾക്കണം? നല്ല പ്രസംഗം ആർക്ക് കേൾക്കണം? നല്ലൊരു തിരുവെടുത്ത് ആരെങ്കിലും ശ്രദ്ധിക്കുവോ? ഒരു വാക്യം ഒരിടത്ത് എഴുതി വെച്ചിരുന്നാൽ ആരെങ്കിലും നോക്കുവോ? പക്ഷേ ഒരുത്തനെ കളിയാക്കുന്ന ഒരു ട്രോൾ അവിടെ ഉണ്ടെങ്കിൽ എടുത്തു വച്ചിരുന്ന് ചിരിക്കുവല്ലോ വിശുദ്ധ പ്രജകൾ. സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് അപമാനിക്കുന്നതിലല്ല ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവീൻ. ഹല്ലേലൂയ. ഇത് ഈ ഭൂമിയിൽ കാണിച്ചു തന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഒന്നെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേര് മാറ്റുക, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം മാറ്റുക. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. കാരണം ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് സകലതും പണിയപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 11ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. 12ാം വാക്യം, വേഗത്തിലെ വാക്യങ്ങൾ കാണിക്കുക. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. റോമർ 12:14 വായിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായകയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ക്ഷമയുടെ ആഴം ഇന്ന് രാത്രി അറിഞ്ഞേച്ചേ പോകാവൂ. സ്തോത്രം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ പറ്റുമോ? അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. 15ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യുവീൻ. എന്ന് പറഞ്ഞാൽ നീ ഒരു നാച്ചുറൽ പേഴ്സൺ ആകുക. ഓവർ ഭക്തിയും ഓവർ അഭിനയത്തിൻ്റെ പരിപാടിയും മുഖം മൂടിയും എല്ലാം അഴിച്ചു വെച്ചിട്ട് ഒരു സാധാരണ വ്യക്തിയാകുക. അറ്റ്ലീസ്റ്റ് ചിരിക്കുന്നവരുടെ കൂടെ ചിരിക്കാനും കരയുന്നവരുടെ കൂടെ കരയാനും പ്രവർത്തിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പ്രാർത്ഥിക്കാനും ഒരു നാച്ചുറൽ പേഴ്സൺ ആകുക. ഉള്ളത്തിൽ ഒന്ന് വെച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അണപ്പല്ല് കടിച്ചുകൊണ്ട് പുറംപല്ല് കൊണ്ട് ചിരിക്കുന്ന വ്യക്തിയാകാതിരിക്കുക. 16ാമത്തെ വാക്യം,
തമ്മിൽ ഐക്യമൊത്ത ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആർക്കും. എൽഷദായ് ചർച്ചിലെ ദൈവമക്കളെ പലതവണ ഞാനിത് പഠിപ്പിച്ചിട്ടുള്ള എത്ര പേര് അനുസരിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വചനം അനുസരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആർക്കും, അത് മുസൽമാനാകാം, അത് ക്രിസ്ത്യാനിയാകാം, അത് പെന്തിക്കോസുകാരനാകാം, അത് ഓർത്തഡോക്സുകാരനാകാം, അത് കാത്തലിക്കാകാം, അത് മർത്തോമയാകാം, ആരും ആകട്ടെ. ആർ യു ബിലീവ് ദിസ് വേർഡ് ഓഫ് ഗാഡ്? ആർ യു ക്രിസ്ത്യൻ മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന ആളാണോ? നിന്റെ പുസ്തകത്തിലുണ്ട് ഇങ്ങനെ ഒരു വാക്യം, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണി തന്നവന് പണി കൊടുക്കാതെ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, സകല മനുഷ്യരുടെ മുൻപിൽ ഈ വചനമൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് വിശുദ്ധിയുടെ അഭിനയ പാടവങ്ങൾ മുൻപിൽ വരച്ച് കാണിക്കുന്നത്? ഹല്ലേലൂയ! യഥാർത്ഥമായ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനമാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി. 18-ാം വാക്യത്തിൽ പറയുന്നു, കഴിയുമെങ്കിൽ. അങ്ങനെ ഒരു പദം അവിടെ ഉണ്ട് കേട്ടോ. കഴിയുമെങ്കിൽ നിങ്ങളാവോളം സകല മനുഷ്യരോടും സമാധാനമായിട്ടിരിപ്പീൻ. സ്തോത്രം. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ശത്രുക്കളെ സമ്പാദിക്കരുത്. ശത്രുക്കളെ സമ്പാദിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഒരു വലിയ കൂട്ടം ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുവിൻ. ഈ ഭൂമിയിൽ അനേക സ്നേഹിതന്മാർ, അനേക സഹോദരങ്ങൾ, അനേക കൂട്ടുവേലക്കാർ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയെ കാണുമ്പോൾ കയ്പും വിദ്വേഷവും വൈരാഗ്യവുമല്ല പലരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാകട്ടെ. അതുകൊണ്ട് കഴിയുമെങ്കിൽ, ഹംബിളായിട്ട് പറയുകയാണ്, കഴിയുമെങ്കിൽ മനഃപൂർവ്വം, മാക്സിമം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മാക്സിമം നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. എന്താ അതിൻ്റെ കാരണം? 19-ാം വാക്യം, അങ്ങളെയും രക്ഷിക്ക എന്ന് കർത്താവിനെ ദുഷിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിനെ കുരിശിച്ചിരിക്കുന്ന കുരിശിൻ്റെ ഇടത്തും വലത്തും 2 പേരെ കുരിശിച്ചിട്ടുണ്ട്. അതിനകത്ത് പറുദീസായിലെത്തിയത് വലത്തുഭാഗത്തെ കള്ളനാണ് എന്ന് ഈ വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. ഇടത്തു ഭാഗത്തെ കള്ളനാണെന്നും എഴുതിയിട്ടില്ല. പക്ഷേ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, ആ വ്യക്തി യേശു കർത്താവിനോട് പറഞ്ഞ വാക്കാണ് 39-ാം വാക്യം. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക. 1, നീ നിന്നെ രക്ഷിക്ക. 2, നീ ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളിപ്പോൾ 2 പേർ സുഹൃത്തുക്കളാണ്, ഞങ്ങളെയും കൂടെ നീ രക്ഷിക്ക. എന്നാൽ നമ്മുടെ എല്ലാം മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് അതിനകത്ത് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, ഒരു കള്ളൻ, പറുദീസായിൽ എത്തുവാനിടയായി? വാട്ട് ഈസ് ദ റീസൺ? ഹല്ലേലൂയ. പല ആൾക്കാരും അതിനെ വിവിധ നിലകളിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. ആ പുള്ളി രക്ഷിക്കപ്പെട്ടില്ലല്ലോ, സ്നാനപ്പെട്ടില്ലല്ലോ, ക്രൂശി കിടന്ന കള്ളൻ സ്നാനപ്പെട്ടേച്ചാണോ സ്വർഗത്തിലേക്ക് പോയത്? ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി വചനത്തിനകത്തുനിന്ന് ഞാൻ എടുത്തു പറയുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ ചോദിക്കുകയാണ്, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക. ദുഷിച്ച്, കർത്താവിനെ ദുഷിച്ച് സംസാരിച്ചു. മറ്റവനോ, ആ മറ്റവനോ എന്ന് ഉദ്ദേശിക്കുന്നത് പറുദീസായിൽ പ്രവേശിക്കപ്പെട്ട ആ വ്യക്തിയോ, അവൻ എന്ത് ചെയ്തു?
അവനെ ശാസിച്ചു. ആരെ? യേശു കർത്താവിനെ ദുഷിച്ചവനെ ശാസിച്ചു. നീ ചെയ്യുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ദുഷിക്കുന്നവരെയാണ് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആൾക്കാരുള്ളത്. ഒരു കള്ളനായിട്ട് പോലും കുരിശി കിടന്നുകൊണ്ട് കർത്താവിനെയും അവൻ്റെ നാമത്തെയും ദുഷിച്ചവനെ പ്രോത്സാഹിപ്പിച്ചില്ല, അവനെ ശാസിച്ചു. രണ്ടാമത് ആ മനുഷ്യൻ പറയുന്നു, സമശിക്ഷാവിധിയിലായിട്ടും, ഒരേ തെറ്റ് ചെയ്തിട്ടും ഒരുപോലെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? എത്ര ശക്തമേറിയ ഒരു ചോദ്യമാണ് പറുദീസായിൽ പ്രവേശിക്കപ്പെട്ട ഈ കള്ളൻ, ഈ സഹോദരൻ പറയുന്നത്. സമശിക്ഷാവിധിയിലായിട്ടും ഒരുപോലെ ശിക്ഷ വിധിച്ചിട്ടും നിനക്ക് ദൈവഭയം ഇല്ലേ? അപ്പോ ദൈവഭയം ഇവൻ ഉള്ളത് കൊണ്ടാണല്ലോ ഒന്നാമതായി കർത്താവിനെ ദുഷിച്ചവനെ തിരുത്തിയത്. അപ്പൊ കർത്താവിനെയും കർത്താവിൻ്റെ നാമത്തെയും ദുഷിക്കുന്നവർക്ക് എന്തില്ല? അവർക്ക് ദൈവഭയം ഇല്ല. പ്രൈസ് ഗോഡ്. അവർക്ക് ഏതെങ്കിലും സഭയുടെ അംഗത്വം കാണാം, അവർക്ക് ഏതെങ്കിലും മതപാരമ്പര്യങ്ങൾ കാണാം, പക്ഷെ അവർക്ക് ദൈവഭയം ഇല്ല. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാര്യത്തിൽ അവൻ പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം അനുഭവിക്കുന്ന ശിക്ഷ ന്യായമായിട്ടുള്ളതാണ്. 4, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായത് അനുഭവിക്കുന്നു. 5, യേശു ക്രിസ്തു അല്ലെങ്കിൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. 6, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറുദീസായിൽ പ്രവേശിക്കപ്പെട്ട ആ സഹോദരൻ, കള്ളൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനോട് അല്ലെങ്കിൽ ആ പ്രത്യേക സന്ദർഭത്തിൽ കുരിശിൽ കടന്ന് പറഞ്ഞത്. കർത്താവ് ക്രൂശിൽ കടന്ന് പറഞ്ഞ 7 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ന് നമ്മൾ സന്ദേശമായി എടുത്തത്. അതിൽ രണ്ടാമത്തെ ഭാഗത്തിലാണ് നാം നിൽക്കുന്നത്. നീയും ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ഇത് കർത്താവ് അവനോട് പറയുമ്പോൾ അവൻ പറഞ്ഞ 6 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നിങ്ങളോട് ഈ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയത്. ഒന്നാമതായി പരിഹാസിയെ അവൻ ശാസിച്ചു. 2, അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അവന് ദൈവഭയമുണ്ടായിരുന്നു. 3, അവൻ അനുഭവിക്കുന്ന ശിക്ഷ ന്യായമായതാണ്, അതെനിക്ക് കിട്ടേണ്ടതാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. 5, യേശു ക്രിസ്തുവിനെ അവൻ സാക്ഷീകരിക്കുന്നുണ്ടോ? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, യേശു ദൈവമാണെന്നും അവൻ വിശുദ്ധനാണെന്നും ആ സഹോദരൻ അവിടെ വ്യക്തമാക്കുകയാണ്. 6ാമത്തെ കാര്യം ശക്തമേറിയ ഒരു വെളിപ്പാടാണ്. യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. മറ്റേ മനുഷ്യൻ, ആ കള്ളൻ പറഞ്ഞത് ഞങ്ങളെയും കൂടെ രക്ഷിക്കാനല്ലേ. നീ ദൈവപുത്രനാണെങ്കിൽ, നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാനല്ലേ പറഞ്ഞത്. പക്ഷെ ഇവൻ പറഞ്ഞത് ഞങ്ങളെ രക്ഷിക്കാനല്ല, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. കാരണം രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോകുന്നത് കുടുംബമായിട്ടല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. നിങ്ങളാകുന്ന ആ വ്യക്തിയെ, ഞാനാകുന്ന ആ വ്യക്തിയെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർത്തിയായിരിക്കും കർത്താവ് ന്യായം വിധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 6 കൂട്ടം റെവലേഷൻസ്, വെളിപ്പാടുകൾ ഈ ക്രൂശിൽ കിടന്ന കള്ളന് ഉണ്ടായിരുന്നു. ഇത് യേശു കർത്താവ് നിമിഷങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്നു. എന്നിട്ട് അവനെ അറിയിക്കുകയാണ്, നീയും എന്നോടുകൂടെ ഇന്ന് പറുദീസായിൽ ഇരിക്കും. സമയം അവസാനിക്കുന്നുവല്ലോ. 3ാമതായി യോഹന്നാൻ 19:26 സ്ത്രീയെ
ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ സമയമെടുത്ത് മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള വെളിപ്പാടുകൾ, ആശയങ്ങൾ ഈ ഭാഗത്തുണ്ട്. അടുത്തൊരു ദിവസത്തിൽ അത് ശുശ്രൂഷിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 4 എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:27 ആ ദാഹം എന്തിൻ്റെ ദാഹമായിരുന്നു എന്നുള്ളത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ടതാണ്. മത്തായി 27:46, മർക്കോസ് 15:34 പറയുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള എലോഹീം എലോഹീം ലബ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. എന്തുകൊണ്ടാണ് എലോഹീം എന്ന പദം യേശു കർത്താവ് ഉപയോഗിച്ചത്? ലൂക്കോസ് 23:46 യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. 7 അവൻ പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 19:30. ഈ ഭാഗങ്ങൾ, ബാക്കിയുള്ള 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടുത്ത ദിവസത്തിൽ ശുശ്രൂഷിപ്പാൻ, നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒടുവിലത്തെ ആ ഭാഗം മാത്രം, സകലതും നിവർത്തിയായി എന്ന പദം മാത്രം ഒന്നെടുത്തുയർത്തട്ടെ. 33.5 വർഷം കൊണ്ട്, കേവലം 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ആരംഭിച്ച യേശു കർത്താവിൻ്റെ പരസ്യമായ ശുശ്രൂഷ 33.5 വയസ്സിൽ അവസാനിക്കപ്പെട്ടു എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. കേവലം 3.5 വർഷത്തെ പ്രവൃത്തികൾ കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈ ഭൂമിയിൽ എന്നെ കൊണ്ട് പിതാവ് ചെയ്യിക്കേണ്ട മുഴുവൻ പദ്ധതികളും പിതാവ് ചെയ്യിച്ചു കഴിഞ്ഞു. 3.5 കൊല്ലമല്ല, 300 വർഷം ജീവിച്ചിരുന്നാലും ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞെന്ന്? 80-ാമത്തെയും 85-ാമത്തെയും 90-ാമത്തെയും വയസ്സിൽ മരിക്കുന്ന മനുഷ്യൻ പോലും ആഗ്രഹങ്ങളും പ്രോജക്റ്റുകളും ബാക്കി വെച്ചിട്ടല്ലേ മരിക്കുന്നത്? യേശു ക്രിസ്തു 3.5 കൊല്ലം കൊണ്ട് തൻ്റെ ശുശ്രൂഷയിൽ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ട് പറഞ്ഞു, സകലതും നിവർത്തിയായി. ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ചെയ്തു. നിങ്ങളുടെ രക്ഷയ്ക്കായി, നിങ്ങളുടെ സൗഖ്യത്തിനായി, നിങ്ങളുടെ പാപവിമോചനത്തിനായി, നിങ്ങളുടെ ശാപവിമുക്തിക്കായി, നിങ്ങളുടെ നിത്യജീവനായി, നിങ്ങളുടെ വീണ്ടെടുപ്പിനായി, പൈശാചിക തല തകരേണ്ടതിനായി ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. സകലതും നിവൃത്തിയായി. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ രാത്രിയിൽ ദൈവം മുൻപാകെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് ഈ ലൈവിൽ ആരൊക്കെ ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നുവോ അവരെല്ലാവരും അധരം തുറന്ന് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. എന്നെയും നിങ്ങളെ നേടുവാനുള്ള അവൻ്റെ ദാഹം, ഈ ലോകത്തെ രക്ഷിപ്പാനുള്ള അവൻ്റെ ദാഹം, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ദാഹിച്ച കർത്താവ്, വെള്ളം കോരുവാൻ വന്ന ശമരിയക്കാരി സ്ത്രീയോട് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ആ കർത്താവ് ദാഹിച്ചത് ഈ ലോകത്തിൻ്റെ ജലത്തിന് വേണ്ടിയല്ല. ആ കർത്താവ് ദാഹിച്ചത് എൻ്റെയും നിങ്ങളുടെയും രക്ഷയാണ്, മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പാണ്, ദേശത്തിൽ വെളിപ്പെടേണ്ട ദൈവീക ഉണർവാണ്, വീശിയടിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. ഇന്ന് രാത്രിയിൽ എല്ലാവരും ആ കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോനെ, ഒരു പാട്ടിൻ്റെ വരി, ഇപ്പോൾ പറഞ്ഞ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടുക. ഓ, ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ
ഞാനെന്തുള്ളു യേശു പരാ. ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ. ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ. ആ കരങ്ങളെ ഉയർത്തി ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ ഞാനെന്തുള്ളു യേശു പരാ. ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ. ദുഷ്ടരാ യൂദന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയാതാലെ, അതും എൻ പേർക്കല്ലോ രക്ഷക. ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ. ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ. ആ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പ എവിടെയെങ്കിലും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനുണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ വെല്ലുവിളികളുടെ നേരങ്ങളിൽ ഞങ്ങൾ പഠിപ്പിച്ചതും ഞങ്ങൾ പഠിച്ചതും പ്രായോഗികമാക്കുവാൻ ശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പതറിപ്പോകാനല്ല, പരാജയപ്പെടാനല്ല, ആ സാഹചര്യത്തിലും പിതാവെ അങ്ങിൽ ആശ്രയിച്ച് വിജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിലെ 7 മൊഴികൾ ഇന്ന് രാത്രിയിൽ നിന്റെ ജനം കേൾക്കുകയും അതിൽ 2 വിഷയങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തെങ്കിൽ അത് കേട്ട ഓരോ വ്യക്തികൾക്കായും കുടുംബത്തിനായും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സകലതും നിവൃത്തിയായി എന്നും ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തുവെന്നും ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ കർത്താവേ, പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കയ്യിലോട്ട് തരികയാണ്. കഴിവുകൊണ്ടും പണം കൊണ്ടും മിടുക്കുകൊണ്ടും
തൻ്റെ ഇടം കൊണ്ടും അഹങ്കാരങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടാൻ കഴിയില്ലപ്പാ. എവിടെങ്കിലും നിഗളിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്രനെ പോലെ അവിടുത്തെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ താൻ തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ വീടോ ഭാര്യയോ നിലങ്ങളോ ഇഷ്ടപ്പെടുന്നവന് എന്നെ അനുഗമിക്കുവാനോ എൻ്റെ ശിഷ്യനായിരിക്കാനോ കഴിയുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തിൻ്റെ സൗഖ്യത്തിനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയട്ടെ. എന്തെങ്കിലും വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയട്ടെ. കർത്താവിനോടൊന്ന് പറഞ്ഞേ, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ് അതവിടെ വെച്ചിട്ട് നീ അവനുമായി പോയി നിരന്നുകൊള്ളുവീൻ, എന്നിട്ട് വന്ന് യാഗം കഴിക്കുവീൻ എന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവ് ക്രൂശിതനായ സമയത്ത് ആ പീഡകളുടെ മുൻപിൽ, ആ പ്രതിസന്ധിയുടെ മുൻപിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും തനിക്കിതൊക്കെ കൊടുത്ത സമൂഹത്തെ നോക്കി പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമ ഒരു പഠനമല്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അതൊരു സെമിനാർ എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. അത് നിന്റെ അകത്തുനിന്ന് വരേണ്ട ഒരു ഫ്രൂട്ടാ. അത് നിന്റെ അകത്തുനിന്ന് വരുന്ന ഒരു ഫലമാ. താങ്ക് യു ജീസസ്. Can you please sing that lyrics, my brother? Thank you, Lord. എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭ. കൈലാണിപ്പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കൈലാണിപ്പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായ. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ,
കാണുന്നെൻ്റപ്പായി ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ കാണുന്നെൻ്റപ്പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ കാണുന്നെൻ്റപ്പായേ കാൽവറി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ കാണുന്നെൻ്റപ്പായേ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയിൽ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയിൽ കൈലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി കൈലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ കാണുന്നെൻ്റപ്പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ കാണുന്നെൻ്റപ്പായേ കാണുന്നുണ്ടപ്പായേ കാണുന്നുണ്ടപ്പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ കാണുന്നെൻ്റപ്പായേ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, വിമോചിക്കുന്ന, വീണ്ടെടുക്കുന്ന ആ അപ്പായെ ആ ക്രൂശിൽ ഞങ്ങൾ കാണുക ഇന്ന് രാത്രി. കുഞ്ഞാടേ അപ്പാ, നീ ക്ഷമിക്കാൻ പഠിപ്പിച്ചവൻ മാത്രമല്ല കർത്താവേ, നീ ക്ഷമിച്ചവനാണ്. നീ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ മാത്രമല്ല അപ്പാ, നീ ജീവൻ തന്ന് സ്നേഹിച്ചവനാണ്. നീ പരസ്പരം കരുതുവാൻ പഠിപ്പിച്ചവനും പ്രസംഗിച്ചവനും മാത്രമല്ല കർത്താവേ, നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആരൊക്കെ പ്രതിസന്ധിയിലായിരിക്കുന്നു, ആരൊക്കെ പ്രശ്നത്തിലായിരിക്കുന്നു, ആരൊക്കെ അപകടങ്ങളിലായിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ വിടുതലിനും വിമോചനത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അനേകർക്ക് ഇന്ന് രാത്രി സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അനേകരുടെ കുടുംബങ്ങളിൽ ഇന്ന് രാത്രി സമാധാനം ഉണ്ടാകട്ടെ, അനേകരുടെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ പുനർസ്ഥാപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധരങ്ങൾ, അവരുടെ കാതുകൾ, അവരുടെ ലൈഫ് ഇന്ന് രാത്രി കേട്ട തിരുവെടുത്തുപോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി തീരട്ടെ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഈ ഓൺലൈനിൽ ആരൊക്കെ ഞങ്ങളെ വാച്ച് ചെയ്തുവോ, ആരൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചു, അവരെയും അവരുടെ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി, ദൈവസ്നേഹത്തെ പ്രകടമാക്കുന്നവരായി, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ നീ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോടും എന്നോടും സംസാരിച്ചു. ദൈവം നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിച്ചു. ആ നല്ല കർത്താവിന് നന്ദി പറയുന്നു.
ഈ രാത്രി ഞങ്ങളെ കണ്ട സകല പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് കാണാം, ഒന്നിച്ച് ദൈവവചനം പങ്കുവയ്ക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് വൈകുന്നു എങ്കിൽ. ഇന്നത്തെ ലൈവ് സർവീസ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടണമല്ലോ, അവർക്കും അതൊരു നന്മയാകണമല്ലോ. ക്യാൻ യു പ്ലീസ് ഷെയർ ദിസ് ലിങ്ക്? ഈ യൂട്യൂബിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ സ്റ്റാറ്റസ് ആയിട്ടും ടാഗ് ചെയ്തുമൊക്കെ ഇടുക. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദയവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, കൂട്ടുവേലക്കാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നല്ല ഉറക്കം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. I bless you in Jesus' almighty name. Have a blessed night. Good night. Thanks for watching tonight. Thank you.